അപ്പോൾ ആ മുന്നിൽ ഒരാൾ ഹെൽമെറ്റൊക്കെ വെച്ച് കാവടി തുള്ളി പോകുന്നത് ഒരു ചെറിയ മേക്ക് ഓവറിന് വേണ്ടിയിട്ടാണ്. അവളുടെ മുടി ഒന്ന് മുഴുവനായിട്ടും വെട്ടാൻ ഞങ്ങൾ തീരുമാനിച്ചു ഒരിക്കൽ കൂടി. കാരണം അവളുടെ മുടിക്ക് തീരെ ഉള്ളില്ല. അത്യാവശ്യം നീളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ തീരെ ഉള്ളില്ല. പൂച്ചപ്പൂട പോലത്തെ മുടിയാണ്. ഇവൻ്റെ മുടിയും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ തീരെ ഉള്ളു കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് പ്രായം അതിന് ശേഷം മുടി വളർത്തി തുടങ്ങാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ മുഴുവനായിട്ടും വെട്ടാനായിട്ടാണ് പ്ലാൻ. ഒരു ബോയ് കട്ട് മോഡലിൽ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡലൊക്കെ പുള്ളിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. പക്ഷേ പുള്ളി അപ്പോഴേ പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ മുടി വെച്ചിട്ട് വെട്ടാൻ പറ്റത്തില്ല. കാരണം ഉള്ളു കുറവായതുകൊണ്ട് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വെട്ടാനൊന്നും അധികം ആ ഒരു സ്റ്റൈലിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു ഐഡിയ കമ്പൈൻ ചെയ്തിട്ട് മുടി വെട്ടാൻ തന്നെ തീരുമാനിച്ചു. അതാ വെട്ടി തുടങ്ങിയപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിരുന്നു. കാരണം പുതിയൊരു ലുക്ക് വരികയാണല്ലോ. കുറേ നാളായിട്ട് ഇതേ ലുക്കിൽ തന്നെയാണല്ലോ. അപ്പോൾ പഴയ ആ ഒരു ലുക്കിലേക്ക് പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക്. പക്ഷെ വെട്ടി കഴിയുമ്പം എന്താ അവസ്ഥ എന്നറിയത്തില്ല. നോക്കാം. സങ്കടമാണ്, സങ്കടം. മുടി പോയതിൻ്റെ സങ്കടം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, കുന്നംകുളത്തിന് പോകുന്ന വഴിക്ക് ഒരു ഗ്യാസ് പ്ലാന്റ് ലീക്കിംഗ് ആയിട്ട് അവിടെ ഭയങ്കര സ്മെല്ലാണ്, കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ വരുമ്പോഴേക്കും നല്ല ആളും ബഹളവും ഫയർഫോഴ്സും ന്യൂസ് ചാനൽസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ്. അങ്ങനെ ലാസ്റ്റ് ആ പരിസര പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം കൂടി ആ പ്ലാന്റിനെതിരായിട്ട് വന്നിട്ടുണ്ട്. കാരണം അവിടെയുള്ള വീടുകളിൽ ഒരുപാട് പ്രായമായവരും രോഗികളും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എല്ലാ നേരത്തും ഈ ഒരു സ്മെല്ല് സഹിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരതിനെതിരെ സംസാരിച്ചു, ആരൊക്കെ വിളിച്ചറിയിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു പ്രക്ഷോഭമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തോ തീരുമാനമായിട്ടുണ്ട്. തല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പെണ്ണിനെ. കുളിച്ചിട്ട് കെട്ടി വെച്ചിട്ട് പോയതുകൊണ്ട് നോക്കിയിരിക്കുന്നത് എങ്ങനെയാണ്. ഇത് ഞങ്ങളിതിങ്ങനെ ഷാമ്പൂ ഒക്കെ ഇട്ട് സെറ്റാക്കും അല്ലേ? എന്തേ ആരോട് ചോദിച്ചിട്ട്? സുഖണ്ടാ? സൂപ്പറായിണ്ട്. കൊള്ളത്തില്ല. ഇപ്പൊ കൊള്ളത്തില്ല. അതിന് ചീകി വൃത്തിയാക്കണം നമുക്ക്. ഇപ്പൊ കൊള്ളത്തില്ലെന്നാ പറഞ്ഞേ. അത് ഞാൻ വീട്ടിൽ പോയിട്ട് ഹെൽമെറ്റ് വെച്ചപ്പോഴേ ഉടഞ്ഞു പോയി. അത് നമ്മൾ വീട്ടിൽ പോയിട്ട് ഇത് വെച്ചിട്ട് റെഡിയാക്കും. പക്ഷെ ഇവിടെ മുടി നിവർന്നു നോക്കി. പണ്ട് ഇവിടെ ഞങ്ങളിപ്പോൾ ഉള്ളത് കുന്നംകുളം ടൗണിൽ 30 രൂപയ്ക്ക് ഷേക്ക് കിട്ടുന്നൊരു കടയുണ്ട്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്താണ് ഞങ്ങൾ വേറെ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഇവിടെ എത്തി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ഷേക്ക് കുടിക്കണം. അങ്ങനെ ആ ഷേക്ക് കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. എന്നാ അത് പിടി. അതിനെന്തിനാ ചിണുങ്ങുന്നത് നീ? ചിണുങ്ങിപ്പെണ്ണ കൊള്ളാവോ? ഷേക്കൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് കുന്നംകുളം അങ്ങാടിയിലേക്കാണ്. കുന്നംകുളം അങ്ങാടി കുന്നംകുളം ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. പഴയ കുന്നംകുളമാണിത്. ഇവിടെ ഇപ്പോഴും എല്ലാം ആ പഴമയോടുകൂടി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അന്നത്തെ വീടുകളും അന്നത്തെ പള്ളികളും അന്നത്തെ എല്ലാ സ്ഥാപനങ്ങളും കാര്യങ്ങളെല്ലാം ഇപ്പോഴും അവിടെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വീടുകളാണ്. ഇവിടെയൊക്കെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട്. നല്ലൊരു ഏരിയ ആണ് കേട്ടോ കുന്നംകുളം അങ്ങാടി എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ പിണ്ടിപ്പെരുന്നാളിൻ്റെ പരിപാടികൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുറേ കലാപരിപാടികളൊക്കെ ആയിട്ട് 2-3 ദിവസമായിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണിത്. ഇന്ന് ജനുവരി 6 തീയതി. നമ്മൾ 6 തീയതിയാണ് വന്നിട്ടുള്ളത്. 5 തീയതിയും പരിപാടി ഉണ്ടായിരുന്നു. നാളെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പിണ്ടിപ്പെരുന്നാളിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്നൊന്നായിട്ട് കടന്നു ചെല്ലാം. ചവിട്ടുനാടകമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ പള്ളിയുടെ പിന്നിലത്തെ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. ധീരൻ ധീരൻ
മന്ത്രി ഇവിടെ കുന്നംകുളം അങ്ങാടിക്കുള്ളിലുള്ള ഒരു വീടാണ് കേട്ടോ ഇത്. ഇതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ വീടുകളുടെയും ഒരു പാറ്റേൺ വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു കസേര ഇടാനുള്ള വീതി തോന്നത്തുള്ളൂ, പക്ഷെ ഇതിൻ്റെ ഒരു ലെങ്ത് അറിയണോ. ആ കാറ് കിടക്കുന്നിടം വരെയുണ്ട് ആ ഒരു വീടിന്റെ നീളം എന്ന് പറയുന്നത്. ഇതൊരൊറ്റ വീടാണ് കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലെ എല്ലാ വീടുകളും. ഫ്രണ്ടിൽ നോക്കുമ്പോൾ വളരെ ചെറുത്. ഞാൻ ഇതിന്റെ ഫ്രണ്ട് കാണിച്ചു തരാവേ. ഇത് ഈ ഫസ്റ്റ് കാണുന്ന വീടാണ് കേട്ടോ, ഞാനിപ്പോൾ കാണിച്ചു തന്ന വീട്. കണ്ടില്ലേ, ചെറിയൊരു വീടാണ് മുന്നിൽ നിന്ന് നോക്കുമ്പോൾ. ഈ വീടാണത്. ഗേറ്റിൻ്റെയും അതിൻ്റെയൊക്കെ പണി കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തു. വണ്ടി അകത്തേക്ക് കയറ്റാൻ പറ്റത്തില്ല. അപ്പം അതിലൊക്കെ ഏതോ ഒരു വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് സെറ്റാവും.